കേരള ഗവൺമെൻറ്, അതായത് നവകേരള സദസ്സ്, ഏകദേശം ഒരു മാസത്തിലധികം നീണ്ടു നിന്ന കേരളത്തിലെ ഒരു യാത്രാ മന്ത്രിമാരുടെ, അതിനുശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേരള ഹൗസിന് തൊട്ടടുത്ത് ഒരു പ്രതിഷേധം നടത്തുകയാണ്. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നയങ്ങൾ, അതായത് കേരളത്തോട് മോശമായ രീതിയിൽ പണം കൊടുക്കുന്നില്ല, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. കേരള ഗവൺമെൻറ് പറയുന്നത്, മന്ത്രിമാരും നിയമസഭയിൽ പറയുന്നു, ധനമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, 57,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിന് കൊടുക്കുവാനുണ്ട്. ഇതാണ് ഇവർ പറയുന്ന ആദ്യത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതിലോട്ടാണ് പ്രധാനമായിട്ടൊരു പോയിന്റിലോട്ട് വരുന്നത്. അപ്പോൾ പറയുന്നു, ഈ കേന്ദ്രത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ കേരളത്തിൻ്റെ പല രീതിയിലുള്ള പണം വെട്ടിച്ചുരുക്കി, അതായത് ലോൺ എടുക്കാനുള്ള പരിമിതി, മറ്റേ GSTയുടെ ആനുകൂല്യം, കേന്ദ്രത്തിൻ്റെ ഫണ്ടിങ്, ഇതിനകത്ത് പല ഹെഡ്സാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് വളരെയധികം പൊരുത്തക്കേടുണ്ട്. എങ്ങനെ വായിച്ചു നോക്കിയാലും മന്ത്രിമാർ പറയുന്നത് വേറെ, അവർ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന അതിനകത്ത് വേറെ, കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അതിൽ വ്യത്യാസം. ഇതാണ് ഇവരുടെ കള്ളത്തരവും കപടതയും എന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത്, കേരളത്തിൽ ഏകദേശം 15 വർഷത്തോളം 3 ടൈം ധനമന്ത്രിയായിരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റാണ് ഈ പറയുന്ന തോമസ് ഐസക്, ബുദ്ധിമാൻ, അതിബുദ്ധിമാൻ എന്നാണ് പറയുന്നത്. അന്ന് അദ്ദേഹത്തെ ഞാൻ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തെ പഠിച്ചിട്ടൊരു കാര്യം പറയാം. അദ്ദേഹത്തിന് എക്കണോമിസ്റ്റ് പോയിട്ടൊരു കുന്തവും അറിയത്തില്ല. ഒരു സ്കൂളിലെ അധ്യാപകനാകാനുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ അയാൾക്ക്. അയാൾ ഇന്ന് വരെ എന്ത് എക്കണോമിസ്റ്റും എക്കണോമിക്സും ഒക്കെയാണ് പഠിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ ലോകത്തിൽ പ്രായോഗികമായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അത് നമ്പർ 1. അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ വിഭവ സമാഹരം, അതായത് പണം ശേഖരണം എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ 20 രൂപയുടെ ഹോട്ടലാണ്. അയാൾ ഈ പറയുന്ന 5 വർഷം കൊണ്ട് പലപ്പോഴും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് ഈ സ്ത്രീകളെ ശാക്തീകരിക്കുവാൻ വേണ്ടി കുടുംബശ്രീയിലെ 20 രൂപയുടെ ഊണ്, പിന്നെ അടുത്ത് പറയുന്ന പൊതിച്ചോറ്. ഈ ഒരു രീതിയിലാണ് അയാളുടെ പോക്ക്. അയാൾക്ക് ഈ പുല്ല് അറിയത്തില്ല, ഒന്ന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇപ്പം മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് കേരളം പല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്, മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ജനസംഖ്യ കുറഞ്ഞു. ഇപ്പോൾ കർണാടകയും തമിഴ്നാടിനെയും മറ്റുള്ള സ്റ്റേറ്റിനെയും കൂടെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ജനസംഖ്യ ശരിക്കും അങ്ങ് കുറഞ്ഞു. അപ്പോൾ ജനസംഖ്യ ആനുപാതത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ടിങ് വരുന്നത്. പിന്നെ ഏതൊക്കെ മേഖലയിൽ കേരളം പുരോഗമനം ഉണ്ടാക്കി ആ മേഖലയിലോട്ടുള്ള ഫണ്ടിങ് കുറയും. ഇതാണ് 1971 വരെയുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതിൽ തോമസ് ഐസക്കിന് സംശയമില്ലായിരിക്കും. പിന്നെ ഈ GSTയുമായിട്ടും കേന്ദ്ര ഫണ്ടിങ്ങുമായിട്ടും ധനകാര്യ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് 2011 ഉണ്ടാക്കിയപ്പോൾ, മനസ്സിലാക്കേണ്ട, 2011 ഉണ്ടാക്കിയ സമയത്ത് ഇത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പും കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഈ ടേംസ് ഓഫ് റെഫറൻസിൽ ചില കാര്യങ്ങൾ മാറ്റണം, കേരളത്തിന് മറ്റുള്ള ഡിമാൻഡുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം മിനറൽസിൻ്റെ ഒരു റോയൽറ്റി ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒറീസയിലാണ് ഏകദേശം എല്ലാ വർഷവും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് മിനറൽസിൻ്റെ റോയൽറ്റി ഇനത്തിൽ കിട്ടുന്നത് 56,000 കോടി രൂപയാണ്.
കേരളത്തിനാകെ 200 കോടിയേ ഉള്ളൂ. ഈ പാറ പൊട്ടിച്ച് പരിപാടിയൊക്കെയുള്ള കേരളത്തിലുള്ളൂ. കാരണം കേരളത്തിലത് വളരെ കുറവാണ്. ഈ 56,000 കോടി രൂപയിൽ എന്ത് ചെയ്യണമെന്ന് ഒറീസ സർക്കാരിന് അറിയത്തില്ല. അതുകൊണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ ബിൽഡിംഗ് പണിയുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. കർണാടകയ്ക്ക് കൂടുതൽ കൊടുക്കുന്നു, ഉത്തർപ്രദേശിന് കൂടുതൽ കൊടുക്കുന്നു. മനസ്സിലാക്കുക, ഇവിടെയൊക്കെ ജനസംഖ്യ കൂടുതലാണ്. അതാണ് ഈ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട രീതിയിൽ അഴിച്ചുപണി നടത്തണം. അതിൻ്റെ കേരളത്തിൻ്റെ ഡിമാൻഡിനകത്തുള്ള മാറ്റം എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് പ്രധാനമായിട്ടും മുകളിലോട്ട് കൊണ്ടുവന്ന് ആ ഡിമാൻഡാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിക്കേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട രീതിയിൽ ചെയ്യേണ്ടത്. ഈ നടത്തുന്ന പ്രതിഷേധത്തെക്കാളുപരിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഞങ്ങളുടെ ജനസംഖ്യ കുറയുന്നു, പല സെക്ടേഴ്സിലും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, UP ആണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റുകളാണ് അതിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള സഹായം വേണം. ഇതാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതിന് പകരം ഇവർ ഈ പോയി പ്രതിഷേധം നടത്തിക്കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് 2024 ബജറ്റ് കഴിഞ്ഞു. അതിനുശേഷം പാർലമെൻറ്റ് ഇലക്ഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനും തൊട്ട് മുമ്പിലായിട്ട് പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഗിമിക്സ് കാണിച്ചുകൊണ്ട് അതേപോലെ സുപ്രീം കോടതി കേസ് കൊടുത്തു കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അഫിഡവിറ്റ് തിരിച്ചുകൊണ്ട് കൊടുത്തു. ഒരു സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറ്റാൻ വേണ്ടി സുപ്രീം കോടതി ഓർഡർ ഇടുമോ? അതുപോലും മനസ്സിലാക്കുവാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസേഴ്സിനും ഈ സീനിയർ ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് പോലും ഇവരോട് പറഞ്ഞു കാണും, കേരള ഗവൺമെൻറ്റിനോട് ചെയ്യരുത്. പക്ഷേ ഇവർ പോയി ചെയ്യുകയാണ്. ഇവിടെയാണ് കേരള ഗവൺമെൻറ് പൂർണ്ണമായിട്ട് അങ്ങ് എക്സ്പോസ് ആകാൻ പോകുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെ കേരളത്തിന് വേണ്ടി മാറ്റണമെന്നാണ് കേരള ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇവിടെയൊക്കെയാണ് പല കാര്യങ്ങളിലും തെറ്റുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകൾക്കൊന്നും ഈ പറയുന്ന രീതിയിലുള്ള പരാതികളൊന്നുമില്ല. കേരള ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള പരാതികളൊന്നുമില്ല. അപ്പം ഇന്ത്യ ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി ഇപ്പോൾ ലോണിൻ്റെ പരിമിതി, ഇതിനകത്ത് കിഫ്ബിയും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ എല്ലാത്തിനും ഇപ്പോൾ എവിടുന്ന് ലോൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം കൊളാറ്ററലായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് ലോൺ കിട്ടിയില്ല. അതാണ് കിഫ്ബി ബോണ്ട് കൊണ്ട് പുറത്തുനിന്നാണ് ഈ ലോൺ എടുത്തേക്കുന്നത്. അപ്പം ഇതേപോലെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒരുമിച്ചാണ് പോകേണ്ടത്. അപ്പം നമ്മുടെ തോമസ് ഐസക് തന്നെ പറയുന്നത്, അപ്പോൾ കേന്ദ്ര പറയുന്ന സംഭവം കിഫ്ബിയിൽ കൂടുതൽ പലിശയ്ക്ക് ലോൺ എടുത്തു പുറത്തുനിന്ന് പോയിട്ട്, അതിനേക്കാളും കുറഞ്ഞ പലിശയ്ക്കൊക്കെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റുകൾ എടുക്കുന്ന ലോൺ നോക്കുക, അതിൻ്റെ ടേംസ് ഓഫ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുക. കേരളത്തിൽ എങ്ങനെ ഇത്രയും കൂടുതൽ വരുന്നത്? അതാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. തോമസ് ഐസക്കിന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുപോലെ കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട്, എക്കണോമിക് അഡ്വൈസറായിട്ട് കഴിവുള്ള ആരെയെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരിക. അല്ലാതെ ഈ സഹാക്കന്മാർക്ക് ഇന്നത്തെ ഗ്ലോബലായിട്ടുള്ള എക്കണോമിക് മൂവ്മെൻറ്റും ഗ്ലോബലായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും ഇന്ത്യയിൽ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്, ആ രീതിയിൽ കേരളത്തിൻ്റെ എക്കോണമി എവിടെയൊക്കെയാണ് മാറേണ്ടത്, ഇതിനെപ്പറ്റി യാതൊരു ധാരണ ഈ സഖാക്കൾക്കില്ല. കാരണം അവർ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ലിബറൽ റിഫോംസിനെ എതിർത്തിരുന്നവരാണ്. അപ്പം അവർക്ക് അതിനെപ്പറ്റി പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരിക, അവരെ പ്രോപ്പറായിട്ട് അഡ്വൈസ് ചെയ്യാൻ വെക്കുക. കാരണം കേരളം ഒരു ഫിനാൻഷ്യൽ മെസ്സായിട്ടാണ് മാറിയിട്ടുള്ളത്. എല്ലായിടത്തും ഫ്രീ ബീസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. കാരണം ഇലക്ഷനകത്ത് വോട്ട് മേടിക്കാനും ജനങ്ങളുടെ പോപ്പുലർ പെർസെപ്ഷന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു സമയം കഴിയുകയാണ്. അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്.
ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനകത്ത് ഒരു പോപ്പുലർ സോപ്സോ ഫ്രീ ബീസോ ഒന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ആണ് ബജറ്റ്. അപ്പം ഈ രീതിയിലോട്ടാണ് ഇന്ത്യ മാറുന്നത്. അതായത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അപ്പം ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് കേരളത്തിൽ ഇത്രമാത്രം പണം മുടക്കി ഹൈവേ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അത് കേരളത്തിന് കൊടുക്കുന്ന സംഭാവനയല്ലയോ. അപ്പോൾ കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റാണ് അവിടെയും പണം മുടക്കുന്നത്. അപ്പം ഇതെല്ലാം വാല്യൂസ് ആഡഡ് ആയിട്ട് വരുമ്പോൾ കേരളത്തിന് എന്താണ് കിട്ടേണ്ടത്, അതിനെപ്പറ്റി നയപരമായ മാറ്റങ്ങൾ എവിടെയൊക്കെ ഉൾക്കൊള്ളണം. അതിലോട്ടാണ് കേരള ഗവൺമെൻറ്റും ബ്യൂറോക്രാറ്റ്സും ഈ പറയുന്ന ഇവിടുത്തെ പോളിസി മേക്കേഴ്സും പൊളിറ്റീഷ്യൻസും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒരിക്കലും ഞങ്ങൾ ഇത്ര ടാക്സ് കൊടുത്തു, അവരിത്ര ടാക്സ് കൊടുക്കുന്നു, അതിൻ്റെ പേരിൽ സൗത്ത് ഇന്ത്യ വേഴ്സസ് നോർത്ത് ഇന്ത്യ എന്നുള്ള രീതിയിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളം വീണ്ടും പിന്തള്ളപ്പെടും. ഈ രീതിയിലുള്ള അപ്രോച്ചാണ് ഡൽഹിയിലുണ്ടാകുന്നതെങ്കിൽ, അതായത് സുപ്രീം കോർട്ടിലാണെങ്കിലും മറ്റുള്ള ഫോറങ്ങളിലുണ്ടാകും, ഉറപ്പായിട്ടും തള്ളപ്പെടും. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കേരളത്തിൽ ഇത്രയും മാത്രം എം പിമാരുണ്ട്. CPM വലിയ സംഭവമുണ്ട്. എന്തുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി ചില പോയിന്റുകൾ പറഞ്ഞിട്ട് അതിനെ ഖണ്ഡിക്കുവാൻ പാർലമെന്റിൽ പ്രിവിലേജ് മോഷന് നിങ്ങൾ തയ്യാറാകുന്നില്ല? ഇവിടെയാണ് നിങ്ങളുടെ പോളിസിക്കകത്ത് മാറ്റങ്ങൾ വരേണ്ട കാര്യം. വ്യക്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ധരിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഡൽഹിയിൽ നടക്കുന്ന വെറും ഒരു കോലാഹലം ഇതിന് യാതൊരു ബെനിഫിറ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവസാനം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് തിരിച്ചു വരും. കേരളം ഈ പോകുന്ന പോക്ക് വളരെ മെസ്സപ്പാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ചിലപ്പം പണം എസ്ഗ്രേഷ്യ എന്ന് പറഞ്ഞ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. അത് എത്ര ദിവസത്തേക്ക് പോകാൻ സാധിക്കും? ഇതൊക്കെയാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വഴികളാണ് വേണ്ടത്, അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്.